പതിവിലും ഒരുപാട് നേരത്തെയാണ് കേട്ടോ ഇന്ന് എണീറ്റത്. പുറത്ത് പോയി നോക്കിയപ്പോൾ അമ്മമ്മ ദേ ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നേരമൊക്കെ വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നെങ്കിലും ആദ്യം തന്നെ പോയി കുളിച്ചു. കാരണം കുളി കഴിഞ്ഞ് വന്നാൽ ഓരോന്നും ചെയ്യാൻ ഭയങ്കര ഉഷാറാണ്. അപ്പോൾ ഇന്ന് ഇത്രയും നേരത്തെ എണീറ്റതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വല്യമ്മ വീട്ടിലില്ല കേട്ടോ. നോർമലി എനിക്ക് പോകുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി തരാറ് വല്യമ്മയാണ്. പക്ഷേ വല്യമ്മ ഇന്ന് രാവിലെ തന്നെ വില്ലേജിൻ്റെ അപ്പം തൃശ്ശൂർ വരെ പോയതാണ്. അപ്പോൾ ഞാനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ അലക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നേരെ പൂ ഇടാനാണ് ഇരുന്നത്. കാരണം ഇത് കഴിഞ്ഞ് നമുക്ക് അടുക്കളയ്ക്ക് കയറാമല്ലോ. വല്യമ്മ ഇന്നലെ പുറത്ത് പോയി വന്നപ്പോൾ പൂ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കുറച്ച് എടുത്തിട്ട് പൂക്കൾ ഇടാൻ വേണ്ടിയിട്ടിരുന്നു. അങ്ങനെ ചെറിയൊരു ഡിസൈനിൽ ഞാനൊരു പൂക്കളൊക്കെ ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ അടുക്കളയ്ക്ക് പോയി. ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ധൃതി പിടിച്ചിട്ട് ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വല്യമ്മ ഓൾറെഡി പത്തിരിയുടെ അത് കുഴച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് ഒന്നുകൂടെ എടുത്തിട്ട് ചൂടുവെള്ളമൊക്കെ പറഞ്ഞിട്ട് അത് ഈ ഒരു മെഷീനിലാണ് കേട്ടോ ഞങ്ങൾ പത്തിരി ഉണ്ടാക്കാറ്. അങ്ങനെ അതിലുണ്ടാക്കി. അതുപോലെ തന്നെ സോയാബീനാണ് കേട്ടോ ഞാൻ ഇതിന് കറിയായിട്ട് ഉണ്ടാക്കുന്നത്. എന്നാൽ പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് ലഞ്ചിനും സോയാബീൻ കൊണ്ടുപോകാമല്ലോ. അങ്ങനെ അവിടെയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇതേ പാത്രമൊക്കെ എഴുതിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതേ ലഞ്ച് ബോക്സിൻ്റെ പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ ഓൾറെഡി സോയാബീൻ ഉണ്ടാക്കിക്കൊണ്ട് ഇനിയിപ്പോൾ കറി വേറെ ഒന്നും വേണ്ട. നല്ല ചൂട് ചോറും പിന്നെ സോയാബീനും പിന്നെ നല്ല കട്ട തൈരുമാണ് കേട്ടോ ഞാനിന്ന് ലഞ്ചിനായിട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഞാൻ വേഗം പോയിട്ടൊന്ന് റെഡി ആയിട്ട് വന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് നേരം വൈകുന്നു വിചാരിച്ചു. പക്ഷെ നമ്മൾ കറക്റ്റ് സമയത്താണ് ഇറങ്ങി. അപ്പം ഇനി ഇത്രയേ ഉള്ളൂ. ബൈ.